തോമസ് ആണ് ചേരുന്നത്. സിനോജ്, എത്ര ദിവസത്തേക്കാണ് റിമാൻഡ്? 14 ദിവസത്തേക്കാണെന്ന് മനസ്സിലാക്കുന്നു. അഭിഭാഷകൻ കാര്യങ്ങൾ പറയുകയായിരുന്നു. ജാമ്യാപേക്ഷ നൽകുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിശദമാക്കുന്നത്. കോടതിയിൽ വാദങ്ങൾ നടന്നിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്താണ്? വിനീത, വാദങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ഷിംജിതയെ കോടതിയിൽ ഹാജരാക്കി കുന്നമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ ഹാജരാക്കുന്നു. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. മഞ്ചേരി കോടതിയിലേക്ക് ഷിംജിതയെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് പോലീസ് തുടക്കം മുതൽ തന്നെ ഇതിലൊരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷിംജിതയെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ബന്ധു വീട്ടിൽ നിന്നാണ് കസ്റ്റഡി എടുക്കുന്നതെന്നാണ് അറിഞ്ഞത്. അഭിഭാഷകനോട് പോലെ എവിടെ നിന്നാണ് കസ്റ്റഡി എടുത്തതെന്ന് പറഞ്ഞിട്ടില്ല. വരുന്ന വഴിക്ക് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ കയറ്റി വൈദ്യപരിശോധന നടത്തിയിരുന്നു. വൈദ്യപരിശോധന നടത്തിയ സമയത്ത് മെഡിക്കൽ കോളേജ് SI ആണ് ഒപ്പം ഉണ്ടായിരുന്നത്. മഫ്തി വേഷത്തിലാണ് ഉണ്ടായിരുന്നത്. അവിടെ സ്വകാര്യ കാറിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് വൈദ്യപരിശോധന നടത്തുന്നു. അതിനുശേഷം കുന്നമംഗലം കോടതിയിലേക്ക്, ഞാൻ നിൽക്കുന്നത് കുന്നമംഗലം കോടതിയിലാണ്, കുന്നമംഗലം കോടതിയിലേക്ക് നേരിട്ട് കൊണ്ടുവരികയായിരുന്നു. വരുന്ന വഴിക്ക് ഒരു സ്റ്റേഷനിലും കയറ്റിയിട്ടില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. പക്ഷേ കുന്നമംഗലം കോടതിയിൽ എത്തിച്ചത് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ജീപ്പിൽ തന്നെയാണ്. പക്ഷേ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ കയറ്റിയത് ഒരു സ്വകാര്യ കാറിലായിരുന്നു. അത് വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. കോടതിയിലെത്തിയപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ജീപ്പിലാണ് കൊണ്ടുവന്ന് ഇറക്കിയത്. മജിസ്ട്രേറ്റ് അവിടെ കോടതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അടച്ചിട്ട മുറിയിലാണ് അവിടെ നിന്ന് ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കേട്ടത്. അല്പസമയം മുൻപ് സംസാരിച്ചത് ഷിംജിതയുടെ അഭിഭാഷകനാണ്. അഭിഭാഷകൻ പറഞ്ഞത് ജാമ്യത്തിനുള്ള അപേക്ഷ വൈകാതെ തന്നെ നൽകും. ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. മഞ്ചേരി ജയിലിലേക്കാണ് കൊണ്ടുപോയതെന്ന് പറയുന്നു. തുടക്കം മുതൽ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും തന്നെ ആരോടും പറഞ്ഞിരുന്നില്ല. മെഡിക്കൽ കോളേജിൽ സ്റ്റേഷനിലാണ് ഈ പോലീസ് കേസെടുത്തത്. പക്ഷേ അവിടേക്ക് കൊണ്ടുപോയിട്ടില്ല. പകരം കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നുള്ളൊരു അഭ്യൂഹമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. പക്ഷേ അവിടേക്ക് പോലും കൊണ്ടുവരാതെ പെട്ടെന്ന് കോടതിയിലേക്ക് നേരിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. കോടതിയിൽ അകത്ത് കയറ്റ ശേഷമാണ് കോടതിക്ക് പുറത്ത് കൂടുതൽ സുരക്ഷാ വിന്യാസം പോലീസ് ഒരുക്കിയത് തന്നെ. അതായത് കോടതി പിരിയും മുൻപ് 5 മണിക്ക് മുൻപ് തന്നെ ഷിംജിതയെ കോടതിയിൽ കയറ്റാൻ വേണ്ടി പോലീസ് ഓപ്പൺ കോടതിയിൽ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നു എന്നാണ് മനസ്സിലാകുന്നത്. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കുന്നു. വരുന്ന വഴിക്ക് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വൈദ്യപരിശോധന നടത്തുന്നു. അവിടം വരെ സ്വകാര്യ കാറിൽ വരുന്നു. അതിനുശേഷം അത് വാർത്തയാകുന്നു. അതിനുശേഷം മെഡിക്കൽ കോളേജ് പോലീസിന്റെ ജീപ്പിൽ ഷിംജിതയെ കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കുന്നു. അവിടുന്ന് കോടതി റിമാൻഡ് ചെയ്യുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. ഏതായാലും മഞ്ചേരി ജയിലിലേക്ക് മാറ്റുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അധികം വൈകാതെ തന്നെ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. ശരി, ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ഘട്ടത്തിൽ. ഷിംജിത മുസ്തഫയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത ബന്ധുവീട്ടിൽ നിന്നാണ് ഇന്നിപ്പോൾ പിടിയിലായിരിക്കുന്നത്. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടികൂടിയത്. പിന്നാലെ കുന്നമംഗലത്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതിനു മുൻപ് വൈദ്യപരിശോധന പൂർത്തിയാക്കി കുന്നമംഗലം സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ BJPയുടെ പ്രതിഷേധം കൂടി ഉണ്ട് എന്നാണ് അറിയുന്നത്. ഏതായാലും ഷിംജിതയുടെ അറസ്റ്റ് അത് അതീവ രഹസ്യമായി ആസൂത്രിതമായി തന്നെ പോലീസ് നടപ്പാക്കുകയായിരുന്നു. ബന്ധുവീട്ടിലുണ്ട്, വടകരയിലെ ബന്ധുവീട്ടിലുണ്ട് ഷിംജിത എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മഫ്തിയിൽ ഉൾപ്പെടെ പോലീസ് എത്തി അറസ്റ്റിലേക്ക് കടന്നത്. സ്വകാര്യ വാഹനത്തിൽ, അത് മനസ്സിലാക്കുന്നത് SIയുടെ വാഹനമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വാഹനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഷിംജിതയെ കൊണ്ടുവന്നത്. പിന്നീട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി മാത്രമാണ് പോലീസ് വാഹനം ഉപയോഗിച്ചത്. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ ജനരോഷം കൂടി ഉണ്ടാകുമെന്ന് കണക്കിലെടുത്തായിരിക്കാം ഇത്ര കരുതലോടെ പോലീസ് നീങ്ങിയതെന്ന് വേണം കരുതാൻ. ഏതായാലും പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒപ്പം കോടതി പരിസരത്തൊക്കെ വലിയ പോലീസ് സന്നാഹവും കാണാമായിരുന്നു. മാത്രമല്ല ആളുകളും തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. സിനോജ്, വളരെ പ്രമാദമെന്ന് പറയാവുന്ന ഒരു കേസ് എന്ന് നമ്മൾ പറയണം. കാരണം ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. ആ യുവതിയെ പിന്തുണച്ച് നിരവധി പേരെത്തുന്നു. വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്നു. ഇയാളെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ അധിക്ഷേപത്തിൽ മനംനൊന്ത് ദീപക് ആത്മഹത്യ ചെയ്യുന്നു. തൊട്ടു പിന്നാലെ ഷിംജിതയുടെ ഈ ചെയ്തിക്കെതിരെയും വലിയ രീതിയിൽ വിമർശനവും സൈബർ ആക്രമണവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഇതാ ഷിംജിതയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് കൂടി ഇറക്കിയ സമയത്താണ് ഒടുവിൽ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. പോലീസിന് കൃത്യമായ സൂചനകൾ, അതായത് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്ന സമയത്ത് ആ സമയത്ത് പോലും കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? കാരണം പെട്ടെന്നുള്ള നീക്കമായിരുന്നു. മഫ്തിയിലെത്തി പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്ന നിലയിലൊക്കെ തന്നെയായിരുന്നു കാര്യങ്ങൾ. തീർച്ചയായിട്ടും, അതായത് ഷിംജിത രാജ്യം വിട്ടു പോകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കി അത് വിമാനത്താവളത്തിലേക്ക് പോലീസ് നൽകിയത്. കേരളം വിട്ട് പോയോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. ആ തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഏതായാലും വടകര വിട്ട് പോയിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിൽ ഷിംജിത നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലുണ്ട് ഷിംജിത എന്ന് പോലീസ് ഉറപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോയത്. അങ്ങനെയാണ് ഷിംജിതയെ വടകരയിലെ ബന്ധു വീട്ടിൽ വെച്ച് തന്നെ ഇന്ന് കസ്റ്റഡിയിലെടുത്തത് തന്നെ വളരെ നാടകീയമായിട്ടാണ്
ദിവസത്തേക്കാണ് കസ്റ്റഡിയിലെടുത്തത്. എവിടെയും ഈ വിവരം പുറത്തേക്ക് പോയിട്ടില്ല. ഒരു പോലീസുകാർ അത് പുറത്തേക്ക് വിടാതെ ശ്രമിച്ചു. അതായത് ആത്മഹത്യ പ്രേരണ കുറ്റം, ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചുമത്തിയെടുത്ത ഒരു കുറ്റം. ആ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടിയത് തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കിയായിരുന്നു. BJPക്ക് തന്നെ പ്രതിഷേധമായി രംഗത്ത് വരാൻ കാരണം അതാണ്. അതായത് മഫ്തിയിൽ പോയി പോലീസ് പിടികൂടുന്നു. സ്വകാര്യ കാറിൽ, അത് മെഡിക്കൽ കോളേജ് എസ്ഐയുടെ കാറാണെന്ന് പറയുന്നുണ്ട്, സ്വകാര്യ കാറിൽ വടകരയിലെ വീട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് വെച്ച് തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ കയറ്റി വൈദ്യപരിശോധന നടത്തുന്നു. ഒരുപക്ഷേ രഹസ്യമായി ഷിംജിതയുമായി ബന്ധമുള്ളവരുടെയൊക്കെ വീടുകൾ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെയൊക്കെ ഫോണും ടവറും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രഹസ്യാത്മക സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കാനല്ലേ സാധ്യത? അതിനിടയിൽ പിടികൂടിയതാകാം. അതുകൊണ്ടായിരിക്കില്ലേ ഈ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്നത്? പോലീസിന്റെ ഒരു വിശദീകരണം അക്കാര്യത്തിൽ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ നമുക്ക്? വിനീത, ഇതുവരെ പോലീസ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതായത് ഉറപ്പായിട്ടും സുരക്ഷ പോലീസ് കരുതിയിട്ടുണ്ടാകും. പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ പ്രതിഷേധ സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് അവിടേക്ക് കൊണ്ടുവരാതെ നേരിട്ട് കോടതിയിലേക്ക് കൊണ്ടുവന്നത്. മറ്റൊരു ചോദ്യം, ഈ ഷിംജിതയെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് എവിടെയെങ്കിലും വെച്ച് ചോദ്യം ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ഷിംജിതയുടെ അറസ്റ്റ് ഏത് സ്റ്റേഷനിൽ വെച്ചാണ് രേഖപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. പക്ഷേ സ്റ്റേഷനിൽ എവിടെയും കയറ്റിയിട്ടില്ല. വരുന്ന വഴിക്ക് വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് അൺഒഫീഷ്യലി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഷിംജിതയെ കസ്റ്റഡിയിലെടുത്ത് വരുന്ന വഴിക്ക് വൈദ്യപരിശോധന നടത്തി ഓപ്പൺ കോടതിയുടെ സമയം കഴിയുന്നതിന് മുൻപ് തന്നെ കുന്നമംഗലം കോടതിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ ഉണ്ടായിരുന്നു, മജിസ്ട്രേറ്റിന്റെ ഓഫീസിലുണ്ടായിരുന്നു. അവിടേക്ക് കയറ്റി അടച്ചിട്ട മുറിയിലാണ് ഷിംജിതയെ ഹാജരാക്കിയത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് മാത്രമാണ് കോടതി നടപടി ഉണ്ടായിരുന്നത്. അതിനുശേഷം റിമാൻഡ് ചെയ്യുന്നുവെന്ന് അറിയിച്ചു. വലിയ സുരക്ഷയിലാണ് പോലീസ് ഷിംജിതയെ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. കുന്നമംഗലം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും എന്ന ഒരു അഭ്യൂഹമുണ്ടായിരുന്നു. വലിയ പോലീസ് സുരക്ഷ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു. വലിയ പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കോടതിയിൽ വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നില്ല. കോടതി മുറിയിൽ എത്തിച്ച ശേഷം മാത്രമാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ പോലീസ് സന്നാഹം പോലും ഈ കോടതി പരിസരത്തേക്ക് മാറ്റുകയും ചെയ്തത്. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ കോടതി നടപടികൾ പൂർത്തീകരിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി ഷിംജിത ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൊയിലാണ്ടി വരെ സ്വകാര്യ കാറിൽ കൊണ്ടുവരികയും അതിനുശേഷം മെഡിക്കൽ കോളേജിന്റെ ജീപ്പിലേക്ക് മാറ്റി കയറ്റിയാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഏതായാലും വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ഒരു കേസിലാണ് പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അതിന്റെ ഫലം എന്താണ്, വിധി എന്താണെന്ന് അറിയാൻ കാത്തിരിക്കാതെ തന്നെ പോലീസ് ഒരു നടപടിയിലേക്ക് പോയി എന്നുള്ളത് ചെയ്തിരിക്കുകയാണ്. ഇനി കസ്റ്റഡി അപേക്ഷ നൽകുകയൊക്കെ ചെയ്യും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക്